എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള പാൽപുട്ടിന്റെ റെസിപ്പിയാണ്. ഈ പുട്ട് കഴിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യം പോലും ഇല്ല. നമ്മൾ എന്നും ഒരേ രീതിയിലുള്ള പുട്ട് ഉണ്ടാക്കാതെ വെറൈറ്റി ആയിട്ടുള്ള ഈ പാൽപുട്ട് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പാൽപുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. പാൽപുട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പുട്ടുപൊടി എടുക്കുന്നുണ്ട്. പുട്ടുപൊടി നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അജ്മി പുട്ടുപൊടിയാണ്. അപ്പൊ ഈ ഒരു പുട്ടുപൊടി നല്ല ടേസ്റ്റ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടുവെള്ളമാണ് ഈ പുട്ടുപൊടിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ അജ്മി പുട്ടുപൊടിയിലേക്ക് ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് കുഴച്ചെടുക്കാം. 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ പുട്ടുപൊടി മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും പുട്ടുപൊടി നല്ല പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഗ്യാസ് അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ല പോലെ ചൂടായ ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്ന ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഷുഗർ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് പഞ്ചസാര ഒഴിവാക്കാം. പഞ്ചസാരയും തേങ്ങയായിട്ട് നല്ല പോലെ തന്നെ യോജിച്ച് വരണം. അപ്പോൾ ഇതാ ചെറുതായിട്ട് ഒന്നുകൂടെ കളർ മാറിയിട്ടുണ്ട് തേങ്ങയുടെ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഓഫ് ചെയ്ത ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ക്യാരറ്റ് അങ്ങനെ വഴന്ന് വരുമൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ക്യാരറ്റ് ഇതിൽ കിടന്നിട്ട് നല്ലപോലെ വെന്ത് പോയാൽ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് കളർ നഷ്ടപ്പെടും. ആ ഒരു ഓറഞ്ച് കളർ കിട്ടൂല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓഫ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കാൻ പാടുള്ളൂ. 1/4 കപ്പ് തേങ്ങയും 1 കപ്പ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരട്ടെ. പുട്ടുപൊടി നനച്ച് വെച്ചിട്ട് ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. 1.5 കപ്പ് പുട്ടുപൊടിക്ക് 1.5 കപ്പ് ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അത് കറക്റ്റ് ആണ്. ഓരോ ബ്രാൻഡ് പുട്ടുപൊടിക്കും വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും. അജ്മി പുട്ടുപൊടിക്ക് അതേ അളവിൽ തന്നെയാണ് വെള്ളം വേണ്ടത്. പുട്ടുപൊടി നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ക്യാരറ്റും തേങ്ങയുള്ള ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാൽപുട്ടിന് രുചി കൂട്ടുന്നത് നമ്മുടെ ഈ പാൽപ്പൊടിയാണ്. ഷുഗർ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് പാൽപ്പൊടി ചേർക്കുന്നത് ഒഴിവാക്കാം. അതുപോലെ തന്നെ പഞ്ചസാര നമ്മൾ നേരത്തെ ചേർത്തില്ലേ, അതും ഒഴിവാക്കാവുന്നതാണ്. മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കാം. ക്യാരറ്റ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഇവിടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പുട്ടുണ്ടാക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പുട്ടുകുറ്റിയിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം തേങ്ങ ചേർത്ത് കൊടുത്തതാണ്. എന്നാലും സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. പുട്ടുകുറ്റിയിലേക്ക് കുറേശ്ശെ ആയിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള പുട്ടിന്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്യണം. എന്നാലേ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടുള്ളൂ. ഇതിലേക്ക് പുട്ടിന്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകൾ ഭാഗത്തും കൂടി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. പുട്ടുപാത്രത്തില് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വന്ന ശേഷം മാത്രം നമ്മൾ പുട്ടിന്റെ കുറ്റി വെച്ച് കൊടുക്കാം. ഒരു 6 മിനിറ്റ് നേരം നല്ലപോലെ ആവി വരണം. പുട്ട് വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ ആവി വന്നിട്ടുണ്ട്. നമുക്ക് പുട്ടുകുറ്റി എടുത്ത് മാറ്റാം. പുട്ടിനെ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വാഴ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വാഴ ഇലയിൽ വെച്ച് കൊടുത്താൽ പുട്ടിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അടുത്ത പുട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമ്മൾ എന്നും ഒരേ രീതിയിലുള്ള പുട്ടുണ്ടാക്കാതെ ഇതുപോലുള്ള പുട്ടുണ്ടാക്കി കഴിക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ല ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. ഈ പുട്ട് കഴിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പടമോ പഴമോ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. സാധാരണ പുട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ പാൽപുട്ടാകുമ്പോൾ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. കാരണം ഇതില് മധുരം ഉണ്ടല്ലോ. നമ്മൾ പാൽപ്പൊടിയും പഞ്ചസാരയും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ക്യാരറ്റ് ചേർത്ത് കൊടുത്തത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് നമ്മുടെ പുട്ട്. ഈ പുട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ രാത്രി ആയാലും ഇതേ സോഫ്റ്റ് തന്നെ ഉണ്ടാവും. പാൽപുട്ട് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.